നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ യഥാർത്ഥ മകനാണെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ പ്രതികൂലതകളെയും സന്തോഷത്തോടെ സഹിക്കാൻ സാധിച്ചാൽ നിങ്ങളെ നിങ്ങളുടെ ദൈവം ഉൾക്കൊള്ളും. കാരണം ദൈവത്തിൻ്റെ അലൈൻമെൻറ്റിലേക്ക് നമ്മുടെ മനസ്സൂടെ വരും. അത് വരാത്രത്തോളം കാലം നമ്മളെ ദൈവം സ്വീകരിച്ചതായിട്ട് ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകുകയില്ല. അപ്പോൾ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ കർത്താവ് പറയുകയാണ് ഉചിതം. ഇനി അങ്ങോട്ട് ഗത്സമന വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട് കൂടെയുള്ളവൻ ഒറ്റിക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുമെന്ന് മനസ്സിലായപ്പോൾ ഗത്സമന തോട്ടത്തിൽ യേശു നിന്നു. പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഇഷ്ടം നടപ്പാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്നെ മറ്റുള്ളവർ തള്ളിപ്പറയുന്നത് നടക്കട്ടെ, എന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കൂടെയുള്ള പത്രോസ് അടക്കമുള്ള ആളുകൾ തള്ളിപ്പറയുന്ന ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ, ഞാൻ ജീവിച്ച സമൂഹത്തിലെ ആളുകൾ എല്ലാവരോടും എന്നെ ക്രൂശിൽ തറയ്ക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ. ഇതാണ് ഉചിതമായ പ്രവൃത്തി. അവസാനം കുരിശെ കിടന്നപ്പം ഇതൊക്കെ ചെയ്തവരെ നോക്കിയിട്ട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയാത്തതിനാൽ ഇവരോട്. ഇതാണ് പ്രിയമുള്ളവർ പിതാവിൻ്റെ പ്രവൃത്തി. ഇതാണ് പിതാവിൻ്റെ ഉചിതമായ പ്രവൃത്തികൾ. ഇത് നിൻ്റെ ജീവിതത്തിൽ നീ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ഇത് സ്വീകരിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ സമ്മാനിച്ച എല്ലാവരോടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ക്ഷമിക്കണം. പിടികിട്ടിയോ? സാഹചര്യങ്ങളോട്, ദാരിദ്ര്യത്തിലായിരിക്കാം ജനിച്ചിരുന്നത്, ഉൾക്കൊള്ളണം. ചാണകക്കൂട്ടിലായിരിക്കാം, ഉൾക്കൊള്ളണം. 10 ലക്ഷം രൂപ കടബാധ്യത ഉണ്ടായിരിക്കണം, ഉൾക്കൊള്ളണം. ഭർത്താവ് മോശക്കാരനായിരിക്കാം, ഉൾക്കൊള്ളണം. ഭാര്യ മോശക്കാരിയായിരിക്കാം, ഉൾക്കൊള്ളണം. മക്കൾ താന്തോന്നികളായിട്ട് നടക്കുകയായിരിക്കാം, അങ്ങ് സ്വീകരിക്കേ. എൻ്റെ പിതാവ് എനിക്ക് നൽകിയ ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ പിന്നെ ആര് കുടിക്കും? അയലോക്കംകാർ കുടിക്കും. ഇത് പല ആളുകളുടെയും ചിന്ത, ഇത് ധ്യാനകേന്ദ്രത്തിലെ ധ്യാനഗുരു കുടിക്കുമെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഈ ആളുകളുടെ വരവ് കണ്ടു കഴിഞ്ഞാൽ പ്രിയമുള്ളവർ ഓർക്കും, ഈ കാസായ ഇപ്പം ഞങ്ങൾ കുടിക്കണമെന്ന്. ഞങ്ങൾക്ക് ആവശ്യത്തിന് കാസായി ഉണ്ട് കുടിക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ ഈ കാസ കുടിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കൊക്കെ തന്നെ കാസായുണ്ട്. നിങ്ങളുടെ പ്രശ്നം ഈ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഈ ലോകത്തിൽ ഉചിതമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഉചിതമല്ലാത്ത പ്രവൃത്തികൾ, നമുക്ക് ഉചിതമല്ലാത്ത പ്രവൃത്തികൾ എന്നൊക്കെയാണ്? നമ്മൾ എന്ത് ചെയ്തു? എന്നെ പറഞ്ഞാലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. യേശു തന്നെ കൊല്ലുന്നവനെ നോക്കി പറഞ്ഞു, ഇവൻ ചെയ്യുന്നത് എന്താണെന്നറിയാത്തതിനാൽ ഇവനോട് ക്ഷമിക്കണം. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നാലും ഇവരിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നാലും അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെയും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് മുഴുവൻ എന്താണ്? വിധിയും പഴിയുമാണ്. ഇന്ന് കുമ്പസാരത്തിൽ എഴുതിക്കൂ, നിങ്ങൾ എവിടെയൊക്കെ വെച്ച് ആരെയൊക്കെ എപ്പോഴൊക്കെ കുറ്റം പറയുന്നു അവിടെയെല്ലാം നിങ്ങളുടെ അഭിഷേകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രസാദം, നിങ്ങളുടെ അഭിഷേകം, എൻ്റെയും നിങ്ങളുടെയും അഭിഷേകം ചോർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നിങ്ങൾ ചുറ്റുപാടുകളെ ഉൾക്കൊണ്ടിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ ആ സാഹചര്യങ്ങളെ മനസ്സുകൊണ്ട് പഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിടികിട്ടിയോ പാപം എന്താന്ന്? നിങ്ങൾ ജീവിത സാഹചര്യത്തിൽ എന്തിനെയെല്ലാം പഴിക്കുന്നുണ്ടോ ആ പഴിക്കുന്ന സാഹചര്യങ്ങളെല്ലാം കുമ്പസാര ലിസ്റ്റിൽ എഴുതുക. എഴുതിയിട്ട് നിങ്ങളെന്ത് ചെയ്യുക? കുമ്പസാരിക്കുക. ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ദൈവമേ. കുമ്പസാരിക്കാൻ പോകുന്നതിന് മുമ്പ് അവരെയൊക്കെ സ്വീകരിക്കുക. ക്ഷമിക്കുക പോലും വേണ്ട, സ്വീകരിച്ചാൽ മതി. സിംഹത്തെ പോലെ നിങ്ങളോട് പെരുമാറുന്ന ഭർത്താവിനെ ആ അവസ്ഥയിൽ സ്വീകരിക്കുക. നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, ഉചിതമായി പ്രവർത്തിക്കുക. കുറ്റം പറയുക, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ, നിങ്ങളെന്ത് ചെയ്യുക? അതെല്ലാം കർത്താവിനോട് പറയുക, പിതാവേ, എനിക്കിതൊന്നും ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഞാനതെല്ലാം സ്വീകരിക്കുന്നു. എനിക്ക് കടബാധ്യത എൻ്റെ ദൈവം മാറ്റിയാൽ ഒറ്റ ദിവസം കൊണ്ട് മാറും. ഇവിടെ സ്ഥിരമായി ധ്യാനം കൂടിക്കൊണ്ടിരുന്നൊരു കുടുംബമുണ്ട്. 40 ലക്ഷം രൂപയോളം കടബാധ്യത. അവരിതാരോടും തുറന്നു പറഞ്ഞിട്ടില്ല. ഒരു ദിവസം അവർ വന്ന് പറഞ്ഞു, ഭാര്യ വന്ന് പറഞ്ഞു, ഇതുപോലൊരു കേസ് കേട്ടുണ്ട്, ഇവിടുന്ന് പലിശയ്ക്ക് മേടിച്ച് അവിടെ കൊടുക്കുന്നു, അവിടുന്ന് പലിശയ്ക്ക് മേടിച്ച് ഇവിടെ കൊടുക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് പലിശ?
ഒരു മാസം 75,000 രൂപ പലിശ കൊടുത്താൽ മതി, വേറൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര വരുമാനമുണ്ട്? 20,000 രൂപ ഒരു മാസം വരുമാനം. ഭക്ഷണം വല്ലതും കഴിക്കുന്നുണ്ടോ? അത് മത്തി മേടിച്ചിട്ട് 2 മുറിച്ചൊക്കെ കഴിക്കുന്നു. വൈകുന്നേരം കാപ്പി മേടിച്ചിട്ട്, ഒരു കാപ്പി മേടിച്ചിട്ട് ഭാര്യയും ഭർത്താവും 2 പേരോട് ഒന്നിച്ച് കുടിക്കുക. ഷോപ്പിൽ നിൽക്കുമ്പോൾ ഒരു ഉഴുന്നവട മേടിച്ചിട്ട് 2 മുറിച്ച് 2 പേരോട് കഴിക്കുന്നു. അത്ര ദാരിദ്ര്യം. 10-25,000 രൂപ വരുമാനം കിട്ടുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്നു മുതൽ ഇതാ കുടുംബ പ്രാർത്ഥന നടത്തണം, കുടുംബ പ്രാർത്ഥന. അപ്പോൾ പറഞ്ഞു, അത് ഞങ്ങൾ കറക്റ്റ് 6 മണിയാകുമ്പോൾ പിള്ളേരെ ഫോൺ ചെയ്ത് പറയും, പിള്ളേരെ നിങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തിക്കൂ, ഞങ്ങൾ പുറകെ വരുമ്പോൾ പ്രാർത്ഥിച്ചോളാം. അതിന് കുടുംബ പ്രാർത്ഥന എന്ന് പറയാൻ പറ്റുമോ? അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഒരു 6:30 മണിയാകുമ്പോൾ കപ്പ്യാരെ വിളിച്ച് പറയുകയാണ്, കപ്പ്യാരെ നിനക്ക് ചൊല്ലാനുള്ളത് മുഴുവൻ നീ ചൊല്ലി വെച്ചേച്ച് നീ വീട്ടിൽ പോകും. കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ വന്നു, എനിക്ക് ചൊല്ലാനുള്ളത് മുഴുവൻ ഞാൻ ചൊല്ലിയേച്ച് ഞാൻ പതുക്കെ ഇതിലൂടെ കാപ്പ ഊരിയിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പോൾ വിശ്വാസികൾ വന്നേച്ച് അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ, കുറിയലായിസോൻ, സൗമൻ കാലോസ്, അൻപുടയോനെ യാചിക്കേണ്ട സമയം ഇത്, അത് നിങ്ങൾ ചൊല്ലി. അതിനുശേഷം വേറൊരു അച്ഛൻ വന്നു കുർബാന കൊടുക്കാനായിട്ട്. അച്ഛൻ വന്ന് കാസായും പിലാസായി എടുത്ത് കുർബാന നൽകി. കുർബാന ആവുമോ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ വീട്ടിൽ വരുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരോടും ഒന്നിച്ചിരുന്ന് നിങ്ങളുടെ ദൈവത്തെ സ്വീകരിച്ച് നന്ദി പറഞ്ഞ് സ്തുതിച്ച് അവനെ ബഹുമാനിക്കേണ്ട സമയമാണ്. പ്രിയമുള്ളവരെ, 10 ദിവസം തുടർച്ചയായി അവർ കടയടച്ചിട്ട് വീട്ടിൽ വന്ന് സന്ധ്യാപ്രാർത്ഥന നടത്തി. 11ാമത്തെ ദിവസം സംഭവിച്ചതെന്താണെന്നറിയോ? പണ്ട് കാലത്തുണ്ടായിരുന്നൊരു കൂട്ടുകാരൻ അവനെ തേടി വന്നു. എന്നോടാണ് ചോദിച്ചത്, അവനെ ഇപ്പോൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞു, എന്തോ ചെറിയ ബാധ്യതയൊക്കെ ആയിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അന്ന് രാത്രി ഫോൺ ചെയ്തു. പ്രിയമുള്ളവരെ, ഫോൺ ചെയ്ത് ചോദിച്ചു, നിനക്ക് ഏതാണ്ട് ബാധ്യതയാണെന്ന് ഇങ്ങനെ തിരുമേനി പറഞ്ഞല്ലോ. ഞാനിതൊന്നും ഓർത്തിട്ട് പറഞ്ഞില്ല, അന്വേഷിച്ചപ്പോൾ ചുമ്മാ പറഞ്ഞത് അങ്ങനെ പ്രയാസത്തിൽ കഴിയുകയാണെന്ന് കേട്ടു. അവൻ്റെ ബാധ്യതയാണെന്ന് കേട്ടാൽ പറഞ്ഞു, നിൻ്റെ ബാധ്യതയുടെ ലിസ്റ്റുകൾ മുഴുവൻ ഇന്ന് രാത്രി എടുക്കാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ എനിക്ക് രാത്രി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അവൻ്റെ ബാധ്യതകളുടെ ലിസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. തിരുമേനി ചോദിക്കും അവനിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അവൻ കള്ളം പറയുന്നതാണ്. എല്ലാ ബാധ്യതകളുടെയും ലിസ്റ്റ് എടുത്തപ്പോൾ പ്രിയമുള്ളവരെ, ആ മുഴുവൻ ബാധ്യതകളും ഈ കൂട്ടുകാരൻ ഒറ്റ ദിവസം കൊണ്ട് വീട്ടിൽ കൊടുത്തിച്ചു പോയി, വിദേശ രാജ്യത്ത് നിന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, കാര്യം കൂട്ടും സ്നേഹമൊക്കെ നല്ലതാണ്. ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നവരുടെ വീട് വിറ്റിട്ട് ഈ കടബാധ്യത വീട്ടാൻ. അതുകൊണ്ട് നിങ്ങൾ ആ വീട് നിങ്ങളുടെ പേരിൽ ഒന്ന് എഴുതിക്കൂ, എന്നിട്ട് പൈസ തരുമ്പോൾ തിരിച്ചങ്ങ് എടുത്തോളാൻ പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അവരുടെ കുടുംബജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും അവരുടെ കണ്ണുനീരും അവരുടെ നിലവിളികളുമൊക്കെ വീണടിഞ്ഞ ഒരു വീടാണ്. അതെൻ്റെ പേരിൽ എഴുതാൻ എഴുതിയാൽ അന്ന് മുതൽ ഞാൻ എൻ്റെ അനുഗ്രഹമില്ലാതാകും. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ആ സ്വത്തോ വീടോ വേണ്ട. അവർക്ക് പൈസ ഉണ്ടാകുമ്പോൾ തരട്ടില്ല, വേണ്ട. ഉണ്ടോ? ഒറ്റ ദിവസം കൊണ്ട് ഒരുത്തിൻ്റെ കടബാധ്യത നീക്കാൻ കർത്താവിനെ കൊണ്ട് സാധിച്ചു. കർത്താവിനെ പ്രസാദിപ്പിച്ചപ്പോൾ, അവൻ ഉചിതമായി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ മേൽ അഭിഷേകം ഉണ്ടായി. നമ്മൾ ഈ കണ്ട നാട് മുഴുവൻ നടന്നിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹവും കിട്ടിയില്ല. 10 ധ്യാനം കൂടി. തിരുമേനി 2002 ധ്യാനം ആരംഭിച്ചില്ലേ? ആ ധ്യാനം കൂടിയതാണ് ഞാൻ. എന്നിട്ട് ഇപ്പോഴും അതുപോലെ തന്നെ. കാര്യം എന്നാണെന്നറിയോ? നിങ്ങൾ നന്നായില്ല, നിങ്ങൾ ഗുണമായില്ല. അത് തന്നെ കാര്യം. എത്രയോ പേര് അനുഗ്രഹിക്കപ്പെട്ടു പോയി, എത്രയോ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു പോയി, എത്രയോ പേര് ഏതെല്ലാം രാജ്യങ്ങളിൽ ചെല്ലുമ്പം അവർ കണ്ടിട്ട് പറയുന്നു, ഞങ്ങൾ പണ്ട് ധ്യാനം കൂടി ഓർക്കുന്നുണ്ട്, അന്ന് മുതൽ അനുഗ്രഹമായിരുന്നു. ചിലർക്കൊന്നും അനുഗ്രഹം കിട്ടുന്നില്ല. കാര്യം എന്താണ്? ഉചിതമായി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ കുത്തുവാക്കുകൾ. പിന്നെ അടുത്തെന്താണ്? മറ്റുള്ളവനെ പരിഹസിക്കുക. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞേക്കാം. പരിഹസിക്കുക, മറ്റുള്ളവനെ തരം താഴ്ത്തി സംസാരിക്കുക, മറ്റുള്ളവനെ മുറിപ്പെടുത്തുക. ഉചിതമായല്ലാത്ത പ്രവൃത്തിയാണ്. ആദാം ചെയ്തതാ. നീ എനിക്ക് തന്ന സ്ത്രീ അവർ പറിച്ചു തന്നു, ഞാൻ തിന്നു. പിന്നെ മറ്റുള്ളവനെ അപകീർത്തിപ്പെടുത്തുക, ഫേസ്ബുക്കിനകത്തോട്ടൊരു പോസ്റ്റ് ഇടുക. പിന്നെ മറ്റുള്ളവൻ്റെ രഹസ്യങ്ങളെല്ലാം എന്ത് ചെയ്യാണ്? അപ്പുറത്തെ കൊച്ചിന് ചിലപ്പോൾ എന്തായിരിക്കും ഒരു വഴിതെറ്റിപ്പോയി കാണും, അല്ലെ ചെറുക്കനുമായിട്ടൊരു ചെറിയ പ്രേമം എല്ലാം കാണും. നമ്മൾ കേട്ടവാതി കേൾക്കാത്ത വാദിയായിട്ട് അറിഞ്ഞില്ലേ? ശീലാവതിയായിട്ട് നടത്താൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. പക്ഷെ അവൾക്കെന്താണ്? ചെറിയൊരു പ്രേമം നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുക. ഇങ്ങനെ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ പുറത്ത് പറയുന്നുണ്ടോ? നിങ്ങൾ നിർത്തുക പരിപാടി. മറ്റുള്ളവൻ്റെ കാര്യം പറയുന്ന പരിപാടി നിർത്തുക. പിന്നെ മറ്റുള്ളവർക്ക് നന്മ കിട്ടുമ്പം നമ്മൾ സഹകരിക്കാതെ മാറി നിൽക്കുക.
അപ്പുറത്തെ ചെറുക്കൻ ഇത് അമേരിക്കയ്ക്ക് വിസ കിട്ടി പോവുകയാണ്. വിളിച്ചപ്പുറത്തേന് നിങ്ങളിവിടെ ഒന്ന് വരണം കേട്ടോ. അത് വിളിച്ചത് ശരിയായില്ല, മറ്റുള്ളവരെല്ലാം വീട്ടിൽ ചെന്നാണ് വിളിച്ചത്, ഞങ്ങളെ ഏറ്റവും അവസാനം വിളിച്ചത് കൊണ്ട് പോകുന്നില്ല. പല വീടുകളിൽ ഈ കല്യാണം നടക്കുമ്പോൾ ഈ പരിപാടി വർക്ക് ചെയ്യും നന്നായിട്ട്. എത്ര നന്നായിട്ട് വിളിച്ചാലും പറയും അത് വിളിച്ചത് ഒതുങ്ങി താമസിച്ചു പോയി, ഇല്ല രാത്രിയിലാണ് വിളിച്ചത്, എല്ലാവരും ഉള്ളപ്പോഴല്ല വിളിച്ചത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. മാമോദീസായിക്ക് തല തൊടിയിച്ചത് അത് ഇതായി, അതുകൊണ്ട് ഞങ്ങളാരും വരുന്നില്ല. ഇങ്ങനത്തെ ഇഷ്യൂസ് നിങ്ങളുടെ വീട്ടിൽ സാധാരണയായിട്ട് കാണും. എന്താണ് നിങ്ങളുടെ കുഴപ്പം? അത് അവർക്ക് സൗകര്യമുള്ളപ്പോൾ അവർ വിളിക്കും, നിനക്ക് സൗകര്യം ഉണ്ടേ പോവുക. ചിലപ്പം പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ അവർ സാരി മേടിക്കാൻ പോയി, എന്നാലും എന്നോട് പറയാതെ അല്ലേ പോയത്, അയലോക്കം കാര്യത്തോട് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ വേണമെങ്കിൽ അവർ പറയും നിനക്കിഷ്ടമുണ്ടെങ്കിൽ പോവുക. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി, അത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളിലാണ്. പണ്ട് ഹവായിലും ഇത് തന്നെയായിരുന്നു, സ്ത്രീയായിരുന്നു. അപ്പോൾ ഇതാണ് പുരുഷന്മാരിലേക്ക് പകർന്നു കൊടുക്കും. നിങ്ങൾ അറിഞ്ഞില്ലേ, അങ്ങോട്ട് പിരിവെച്ച് കൊടുക്കും. അങ്ങനെ കുടുംബത്തിൽ വിഷയങ്ങൾ. അതുകൊണ്ട് ഉചിതമായ പ്രവർത്തികളില്ലെങ്കിൽ പണി കൂട്ടി. ഇനി ഉചിതമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒത്തിരി മേഖലകൾ നമുക്കുണ്ട്. യേശുവിനെ പോലെ എന്തൊക്കെ ചെയ്യാം? നമ്മളൊരാളെക്കുറിച്ച് ചോദിക്കുക, എങ്ങനെയുണ്ട് അവർ? നല്ല മനുഷ്യരാണ് കേട്ടോ, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അവർ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത്രയും പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അല്ല എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ എന്ന് പറഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ. നമ്മൾ വിടുവോ? നമ്മൾ തകർക്കുകയല്ലേ. ഇനി കുറ്റപ്പെടുത്തേണ്ട സമയത്ത് നമ്മൾ മിണ്ടാതെ ഇരുന്നാൽ പോരെ. അവർക്ക് ദൈവം അങ്ങനെയായിരിക്കും മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്, നമുക്കങ്ങ് വിട്ടേക്കാം എന്ന് പറഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ. അല്ലേ അവർക്ക് ഒരു കാലത്ത് ദൈവം എല്ലാം മനസ്സിലാക്കി കൊടുത്തോളും, നമുക്കതുവരെ കാത്തിരിക്കാം എന്ന് പറഞ്ഞാൽ തീരാവുന്ന കേസിലാണ് നമ്മളെന്ത് ചെയ്യുന്നത്? ഈ കസർത്ത് മുഴുവൻ കസർത്തുന്നത്. 12 മണിക്കൂർ നമുക്ക് ഉണർന്നിരിക്കാൻ അവസരം കിട്ടിയാൽ അതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന നല്ല സമയം എന്തിനാണ് നമ്മൾ ചെലവഴിക്കുന്നത്? പരദൂഷണം. ഇനി സൗഹൃദത്തോടെ പെരുമാറാൻ പറ്റത്തില്ല. ഒരാളടുത്ത് നിൽക്കുന്നു, അതിനാണ്ട് വിശേഷം, സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ ഒരാളോട് ചോദിച്ചാൽ എന്ത് സന്തോഷമായിരിക്കും അവർക്ക്. സൗഹൃദത്തോടെ നമുക്ക് പെരുമാറാൻ പറ്റും. ചുമ്മാ ഒന്ന് ചിരിച്ചാൽ നമുക്ക് പിണക്കമാണ്. അവർ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പകരം നമ്മളൊന്ന് നല്ലവണ്ണം ചിരിച്ച് കാണിച്ചാൽ അവരുടെ മനസ്സിലെ വിഷമം അന്നേരം ഇറങ്ങിപ്പോകും. പണ്ട് ചെയ്തതും ഇങ്ങോട്ട് ചെയ്തു അങ്ങോട്ട് ചെയ്തൊക്കെ അന്നേരം തീരാവുന്നതേ ഉള്ളൂ. ഒറ്റ ചിരി കൊണ്ട് തീരാവുന്ന വിഷയമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും എന്താണ്, പല ബന്ധങ്ങളും നന്നാവുന്നില്ല. പിന്നെ നമുക്ക് ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. യേശു പ്രാർത്ഥിച്ചതുപോലെ, ഗത്സമനായി പ്രാർത്ഥിച്ചതുപോലെ, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, കാൽവറി പ്രാർത്ഥിച്ചതുപോലെ. നമ്മൾ എന്തിനേലും ആവശ്യത്തിന് നമ്മുടെ പ്രതികൂല സാഹചര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മളെ ഒരാൾ പീഡിപ്പിച്ചു, ഇതും പറഞ്ഞ് കൗൺസിലിങ്ങിന് പോകുന്നതല്ലാതെ നിങ്ങളിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മളെ വേദനിപ്പിച്ചവർ, ദുഃഖിപ്പിച്ചവർ. സ്വന്തം പള്ളിയിൽ അച്ഛന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദൈവമേ ഞങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് കൃപ കൊണ്ട് നിറയ്ക്കാൻ ഈ വൈദികനെ നീ ശക്തനാക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട മേഖലകളിൽ പലപ്പോഴും പ്രാർത്ഥിക്കുന്നില്ല പ്രിയമുള്ളവർ. പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും, പക്ഷേ നമുക്ക് പലപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാകാൻ പറ്റുന്നില്ല. ആ മേഖലകളിൽ നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഉചിതമായ നല്ല നല്ല പ്രവൃത്തികൾ. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാ പ്രവൃത്തി ഉചിതമായ തനിക്കൊരു ജീവിതം കിട്ടി, ആ ജീവിതം കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരെ ആശ്വസിപ്പിച്ച് സുഖപ്പെടുത്തി നല്ല വാക്ക് പറഞ്ഞു. ഒരു വ്യഭിചാരിയെ മുമ്പിൽ കിട്ടിയിട്ട് പോലും നീതിമാനായവൻ അവനെക്കുറിച്ച് പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നീ ഇനി പാപം ചെയ്യരുത്. കൂടെ നിൽക്കുന്ന 12 ശിഷ്യന്മാരുടെയും കാൽപാദം കഴുകി ചുംബിക്കുന്ന യേശു. ഇതിൽ കൂടുതലൊക്കെ എങ്ങനെയാണ് നല്ലത് ചെയ്ത് നമ്മളെ കാണിക്കാൻ പറ്റുന്നത്? ശത്രുവിനെ നോക്കി പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശു. രക്തം വാർന്നൊലിച്ച് മരിക്കുമ്പോഴും തന്നെ നശിപ്പിക്കുന്നവൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ കരയുന്ന മകൻ. ഇങ്ങനെയൊക്കെ ആകാനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും എന്താകും? സ്വീകാര്യനാകും. നമുക്കൊരു തോന്നൽ, അയലോക്കംകാരന് അഭിഷേകം കിട്ടി, എനിക്കെന്നാ കിട്ടാത്തത്? നീയും തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ദൈവം എന്നെ ഇപ്പോൾ ഈ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നെങ്കിൽ നിങ്ങളെ ഇതുപോലൊരു സ്ഥാനത്താണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. PT ഉഷ ഒളിമ്പിക്സിൽ മെഡൽ നേടിയെങ്കിൽ വേറെ ഏതോ ഒളിമ്പിക്സ് മത്സരത്തിൽ മെഡൽ നേടാൻ വേണ്ടി തന്നെയാണ് നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അത് ചിലപ്പോൾ എന്തായിരിക്കും, ഇപ്പോഴത്തെ ഓട്ടത്തിലാണ്, ഏതാ കുടുംബജീവിതം.
അതിലൊരു മെഡലിന് വേണ്ടിയിട്ടാണ് നിന്നെ ആക്കിയിരിക്കുന്നത്. നമ്മളെന്ത് ചെയ്യാണ്? എന്നെക്കൊണ്ട് ഓടാൻ പറ്റിയാൽ നടുവേദനയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ മെഡൽ തരുന്നത്? നീ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രൊഫഷനിൽ ഏറ്റവും ഉന്നതനാകാൻ നിന്നെക്കൊണ്ട് സാധിക്കും. നമ്മുടെ ഇവിടെ ഒരു ക്ലാസ് എടുക്കാൻ വരുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ എന്നാണ്. 10ാം ക്ലാസ് തോറ്റ പാർട്ടി. 10ാം ക്ലാസ് തോറ്റ വ്യക്തിയുടെ പ്രസംഗം കേൾക്കാൻ ആളിടിച്ച് നിൽക്കുക. എന്താ സംഭവം? താൻ വിളിക്കപ്പെട്ട സ്ഥലത്ത് താൻ സ്വീകാര്യനാകും. എൻ്റെ പിതാവ് എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് 10ാം ക്ലാസ് തോറ്റ എന്നെ എൻ്റെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും എന്ന് ബോധ്യപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ദൈവം എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഇടയ്ക്കൊക്കെ എന്നോട് പറയാറുണ്ട്, ഇതാ ഞങ്ങളുടെ വീട്ടിൽ പുതിയ താമസക്കാരൻ വന്നിട്ടുണ്ട്, മാനസിക രോഗിയാണ്. വഴി പോകുന്ന മാനസിക രോഗിയെ പിടിച്ച് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് ശുശ്രൂഷിക്കുക. സത്യത്തിൽ ഈ മനുഷ്യനെ സമ്മതിക്കണം കേട്ടോ. കാരണം എന്താ? എന്താര് പറഞ്ഞാലും ഒന്നുമില്ല. എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യും. കണ്ടോ എന്തൊരു ആർജവ! 10ാം ക്ലാസ് തോറ്റ് കൗൺസിലിങ്ങിൻ്റെ കോഴ്സ് പാസ്സായിട്ടില്ല, മറ്റേ സുവിശേഷ സ്കൂളിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് കയ്യിലില്ല. എന്നെ ഒരു ആർജവമാണ് ഇതിന് സാധിക്കുന്നത്. ഈ ആർജവമാണ് സ്വന്തം അപ്പനെ തിരിച്ചറിഞ്ഞവൻ്റെ ആർജവം. ഇതാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ആർജവം. സ്വന്തം അപ്പനെ തിരിച്ചറിഞ്ഞ ആർജവം ഇത് നമുക്കുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് സുവിശേഷം അനുസരിച്ച് ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ചിലർ ഇങ്ങോട്ട് ഫോൺ ചെയ്തിട്ട് ചോദിക്കും, തിരുമേനി ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നു. ഞാൻ എന്തായിരുന്നു? അല്ല, ഈ ഞായറാഴ്ച നമുക്ക് ഒരു ഉച്ചയ്ക്കൊരു 1 മണിയാകുമ്പോൾ ഒരു മീറ്റിങ്ങാണ്. അപ്പം ഞാൻ ആ മീറ്റിങ്ങിന് പോകണം. അവരിങ്ങനെ 5 സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നു. എനിക്ക് അവർ കമ്പനിയുടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ എന്നെ ഫോൺ ചെയ്തു. എന്നോട് പറഞ്ഞു, നീ വന്നേ പറ്റൂ, നീ ഇല്ലാതെ ഈ മീറ്റിംഗ് നടക്കത്തില്ല, അതുകൊണ്ട് നീ വന്നേ പറ്റൂ. ഞാനൊന്ന് പറഞ്ഞു, എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയൊക്കെ പറഞ്ഞ ആൾക്ക് പറയാറുണ്ട്, ഞാൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എന്നെ കാത്ത് ദൈവവചനം കേൾക്കാൻ ആൾ വരും. അതുകൊണ്ട് എനിക്ക് എൻ്റെ പിതാവിൻ്റെ ജോലി ചെയ്യേണ്ട ദിവസമാണ് ഞായറാഴ്ച എന്ന് പറയാൻ, പ്രിയമുള്ളവരെ, 10-14 വർഷം തമ്പുരാൻ ശുശ്രൂഷ ചെയ്ത് ആ ശുശ്രൂഷനെ കണ്ടായില്ലേ. ഇതിൻ്റെ ഗൗരവ സത്യത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. പിന്നീടുള്ള ദിവസങ്ങൾ മുഴുവൻ എന്നെ ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യം. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എന്നോടിങ്ങനെ നിങ്ങളിങ്ങനെ ഒരിക്കലും ചോദിക്കരുത്, നിങ്ങൾ പോകുന്ന അങ്ങ് പൊക്കോ. ഞാൻ മറുപടി കൊടുത്തതാണ്. അതിന് ഉത്തരം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പം എന്തായാലും പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞതോടുകൂടി, ഞാനിതൊന്നും പറഞ്ഞില്ല, ഇത്രയും കാര്യമൊന്നും പറഞ്ഞില്ല, അതൊക്കെ പിന്നീട് ഞാൻ ചിന്തിച്ച വിവരമാണ്. ഞാൻ പറഞ്ഞു, ഡിസിഷൻ എടുക്കാൻ ദൈവമാണ് നമുക്ക് ജീവിതം നൽകി, നമുക്കെടുക്കാം. എന്നോട് ചോദിക്കരുത്. എന്നിട്ട് പറഞ്ഞു, ഞാനാണേ പോകത്തില്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. ഞാനാണേ പോകത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നടന്ന് പാഴ്സലയിലേക്ക് കയറിപ്പോയി. വേഗം തിരിച്ച് എന്നിട്ട് ഫോൺ എടുത്തേച്ച് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഹോട്ടലൊക്കെ അവിടെ കിടക്കട്ടെ, ഞാൻ വരികയില്ല എന്ന് പറയാൻ ആർജവം അപ്പം ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇത് പറയുന്നറിയോ? നിങ്ങളിൽ ചിലരെങ്കിലും ഇത് തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, നമ്മൾ ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ഉചിതമായി പ്രവർത്തിച്ചേ മതിയാകും. നമ്മളെ ആരെങ്കിലും ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമല്ല, ആരെങ്കിലും മനസ്സിലാക്കിയോ എന്നുള്ളത് പ്രധാനമല്ല, അതൊക്കെ അവരുടെ കാര്യമാണ്. നമ്മളെ ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ആ വ്യക്തിയുടെ പ്രശ്നമാണ്. ഞാൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എൻ്റെ വിളിയുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ തിരിച്ചറിയണം, ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് എന്നെ പരിചയപ്പെടുത്തിയത് പിതാവിനെയാണ്. നീ നിൻ്റെ പിതാവിൻ്റെ മകനാണ്. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാവോ? യോഹന്നാൻ പല പ്രാർത്ഥനകളും ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്, നല്ല സൂപ്പർ പ്രാർത്ഥന. നീ മാത്രം ഒരു പ്രാർത്ഥനയും ഞങ്ങളെ പഠിപ്പിച്ചില്ല, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാവോ? യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. എങ്ങനെയാ? നീ നിൻ്റെ ദൈവത്തെ വിളിക്കുകയാണെങ്കിൽ അപ്പാ എന്ന് നീ വിളിക്കണം. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിൻ്റെ ദൈവം, നിൻ്റെ പിതാവ് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, നീ നിൻ്റെ ദൈവത്തെ കയറി എന്ത് വിളിക്കണം? അപ്പാ എന്ന് വിളിക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ആരെയെങ്കിലും കയറി അപ്പ എന്ന് വിളിച്ചാൽ ന്യായമായിട്ട് നാട്ടുകാർ
അപ്പൻ്റെ സ്വഭാവവും അപ്പൻ്റെ ജീനും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കും. ഡോക്ടർമാരെങ്ങാനും അബദ്ധത്തിന് വല്ലോ രക്തം കുത്തിയെടുക്കുകയോ വല്ലതും ചെയ്താൽ പ്രിയമുള്ളവർ DNA ടെസ്റ്റ് വരെ നടത്തി നോക്കാം ഇതാണോ എന്ന്. ഇപ്പോൾ സംഗതി വളരെ കുഴപ്പമാണ്. എവിടെയെങ്കിലും ബ്ലഡ് കിട്ടി, അടുത്ത കാലത്ത് ഒരു കൊലപാതകം തെളിയിച്ച് DNA ടെസ്റ്റ് വഴിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, അപ്പാന്ന് കയറി ദേവാലയത്തിൽ നിന്ന് വിളിക്കുമ്പോൾ നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ആ സ്വഭാവവും ആ ജീനും ആ മാംസവും നമ്മളിലുണ്ടാവണം. ഈ അടുത്ത കാലത്ത് വേറൊരു കന്യാസ്ത്രീ മരിച്ചു. പ്രിയമുള്ള മരിച്ചപ്പോൾ എടുത്ത ഫോട്ടോ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ, നല്ല ജീവനോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ ഫോട്ടോ. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? മരണത്തിനപ്പുറത്തുള്ള ജീവിതം കണ്ടവർ മരിച്ചാലും ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജീവിതാവസ്ഥയിൽ ഇതാ നീ ഒരു ദൈവത്തിൻ്റെ മകനാണെന്ന് അങ്ങോട്ട് തിരിച്ചറിയണം. ഇതാണ് വേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? അതുപോലെ പ്രതികരിക്കണം. ഉചിതമായി പ്രതികരിക്കണം. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉള്ള വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. നീയും സ്വീകാര്യനാകും, നീ അഭിഷേകമുള്ളവനാകും, നിനക്കും കിട്ടും വരദാനം. കിട്ടാത്ത എന്തുകൊണ്ടാണ്? എന്താ ഇങ്ങോട്ട് വരാത്ത ഈ വരദാനം? നിങ്ങൾക്കിത്, നിങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് തരികയില്ല കേട്ടോ. നിങ്ങൾക്കില്ലിത്. നിങ്ങൾക്ക് ഈ അഭിഷേകമില്ല. മാറ്റി വെച്ചിട്ടുണ്ടോ നിങ്ങളെ? ഇല്ല. പിന്നെന്തുകൊണ്ടാണ് കിട്ടാത്തത്? നിനക്കും കിട്ടും കൃപ. സെയിൻറ്റ് അന്തോണിയോസിന് കിട്ടിയ അതേ കൃപ എനിക്കും കിട്ടും. നന്നാകാത്ത കൊണ്ടാണ് കിട്ടാത്തത്. നന്നാകാത്ത കൊണ്ടാണ് പ്രിയമുള്ളത്. ഞാൻ വിഷമിച്ചിട്ടൊരു കാര്യവുമില്ല. സെയിൻറ്റ് അന്തോണിയോസിനും പരിശുദ്ധ പരിമല തിരുമേനിക്കും ഇഗ്നാത്യോസ് ഏലിയാസ് പ്രതിദിൻ ബാവായ്ക്കും കിട്ടിയ അതേ ഗ്രേസ് എനിക്കും കിട്ടും. ഞാൻ നന്നാകാത്ത കൊണ്ട് അത് മതി. അത്രയെങ്കിലും മനസ്സിലാക്കണം നമുക്ക്. അതുപോലെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും. കന്യകമറിയാമിന് കിട്ടിയ അതേ അഭിഷേകം നിങ്ങൾക്ക് കിട്ടും. എലിസബത്തിന് കിട്ടിയ അതേ വരം നിങ്ങൾക്ക് കിട്ടും. എന്താ കിട്ടാത്തത്? നന്നാകാത്ത കൊണ്ട്, ഉചിതമായി പ്രവർത്തിക്കാത്ത കൊണ്ട്. ഇനി നിങ്ങൾ ഉചിതമായൊക്കെ പ്രവർത്തിച്ച് തമ്പുരാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായാൽ പ്രിയമുള്ളവരെ, നാട്ടുകാർക്കെല്ലാം മനസ്സിലാകുന്നത് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉണ്ടായാൽ പ്രിയമുള്ളവരെ, നാട്ടുകാർക്കും മനസ്സിലാകും, പിശാചിന് വരെ മനസ്സിലാകുന്നത്. പിശാചിന് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ കൂടെ ദൈവം വന്നാൽ സാത്താനാണ് ആദ്യം ഇത് മനസ്സിലാകുന്നത്. അവൻ ആ പരിപാടി അവസാനിക്കും. നമുക്ക് പോലും ചിലപ്പോൾ മനസ്സിലാക്കില്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ ഈ നടപ്പൊക്കെ നടക്കുന്നത്, ദൈവമേ ശുശ്രൂഷയൊക്കെ ചെയ്തു പോവാം, തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടോ? ഈ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ കേൾക്കാത്ത എന്താ? എല്ലാ കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ഒരു സമയത്താണ് ഞാൻ ബോംബെയിലൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. ഒരു പെരുന്നാളിൻ്റെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് വന്നു. ഹോട്ടലിൽ കയറി കിടക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞ്, രണ്ടാം ദിവസം കഴിഞ്ഞ്, മൂന്നാം ദിവസം ഹോട്ടലിലേക്ക് കയറി വരുമ്പോൾ അവർ കൗണ്ടറിൽ നിന്ന് പറഞ്ഞു, എന്നെ കൂട്ടിക്കൊണ്ട് വന്ന ആളോട് പറഞ്ഞു, ഒരു ID തരണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. താമസിക്കുന്ന ആളുകൾ ഹോട്ടലിൽ ID തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞുകൊണ്ട് ഐപാഡ് എടുത്ത് എൻ്റെ മെയിലിൽ നിന്ന് അവരുടെ മെയിലിലേക്ക് ഇത് ID കൊടുത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തു. ഒരു 5-10 മിനിറ്റ് നേരം ഞങ്ങൾ അവിടെ നിന്ന് നല്ല പ്രാർത്ഥനയും സുവിശേഷമൊക്കെ കഴിഞ്ഞ് വരിക. നേരെ ഞാൻ നടന്നങ്ങ് പോയി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ആ കൗണ്ടറിൽ നിന്നിരുന്ന പയ്യൻ ഓടി ഇറങ്ങി എന്നെ കൊണ്ടുവിട്ടി ആളുടെ കാറിൻ്റെ ഗ്ലാസ്സിനിട്ട് നിന്ന് ഇടിച്ച് ഗ്ലാസ് താത്തു. എന്താണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇപ്പോൾ ഒരു അച്ഛനും ഈ ചുമന്ന വേഷമൊക്കെ ഇട്ട ആളുകളൊക്കെ കുറേ പേരങ്ങോട്ട് പോയല്ലോ, അവരാരാന്ന്. അന്നേരം പറഞ്ഞു, അത് ഞങ്ങളുടെ ബിഷപ്പാണ്, ഞങ്ങളുടെ അച്ഛനാണ്, ഭദ്രാസന സെക്രട്ടറിയാണത്, അവരിവിടെ താമസിക്കുകയാണ്, പെരുന്നാൾ നടക്കുകയാണ്. ഉടനെ പറഞ്ഞു, ഇപ്പോൾ പോയി ഈ ഗ്രൂപ്പിനെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, എന്നാ പ്രശ്നം? നമുക്ക് നാളെ ഞങ്ങൾ കൊണ്ടുപോകാൻ നേരത്തെ കാണാം, ഇപ്പോൾ രാത്രിയായി പോയെന്ന്. ഉടനെ പറഞ്ഞില്ല, എനിക്കിപ്പോൾ കാണണം. അവർ ഈ കൗണ്ടറിൽ വന്ന് നിന്നപ്പോൾ മുതൽ എൻ്റെ ശരീരം കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല.
എൻ്റെ ശരീരത്തിൽ കൂടി എന്തോ ഒരു വൈബ്രേഷൻ പോലെ അനുഭവപ്പെടുന്നു. എനിക്ക് വല്ലാത്തൊരു പ്രകമ്പനമാണ് എന്നിലിപ്പോൾ ഉള്ളത്. അങ്ങനെ ഈ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ട് ഈ മനുഷ്യൻ വീണ്ടും കയ്യെ പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അവിടെ പറഞ്ഞു, നിങ്ങൾ വന്ന് കൗണ്ടറിൽ വട്ടം നിന്നേ പിന്നെ എനിക്ക് കയ്യും കാലും വിറയ്ക്കുകയാണ്. എൻ്റെ ശരീരത്തിൽ കൂടെ ഏതാണ്ടെല്ലാം പാസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. ഉടനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബോംബെയുടെ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി അച്ഛൻ ഉണ്ടായിരുന്നു, ജെയിംസ് അച്ഛൻ. അച്ഛൻ എൻ്റെ കയ്യെ പിടിച്ച് ഏറ്റു പറയാൻ പറയും, യേശു ക്രിസ്തു ഏകദൈവം, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. അവനെ കൊണ്ട് ഏറ്റു പറയിപ്പിച്ചു. അവൻ മുട്ടുകുത്തി നിന്നു. ഞങ്ങൾ തലക്കൈ വെച്ച് പ്രാർത്ഥിച്ച് അവനെ വിട്ടു. പ്രിയമുള്ളവരെ, വിശ്വാസം കൊണ്ട് അവൻ ക്രിസ്ത്യാനിയായി തിരിച്ചുപോയി. അന്ന് രാത്രി കടന്നപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖമായിപ്പോയി. കാരണം നമ്മൾ ഈ വേഷവും കെട്ടി ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർത്തിട്ടില്ല, എൻ്റെ കൂട്ടത്തിൽ ആരുണ്ട്? യേശുവുണ്ട്. യേശു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പ്രിയമുള്ളവരെ ഇവനിൽ അഭിഷേകം കിട്ടിയത്. അപ്പം നമ്മളൊക്കെ യാത്ര, ഒരു ക്രിസ്ത്യാനി പോകുന്ന സ്ഥലത്തെല്ലാം ആര് കൂടെയുണ്ട്? യേശുവുണ്ട്. നിങ്ങൾ വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് ഒരു പുരോഹിതൻ കയ്യിലെടുത്ത് ആഘോഷിക്കുന്ന വിശുദ്ധ കുർബാന നിൻ്റെ നാക്കേൽ വെച്ചിട്ട് നീ നടന്നു പോകുമ്പോൾ ആര് കൂടെ പോരുന്നുണ്ട്? യേശുവുണ്ട്. നീ അറിയുന്നില്ലെങ്കിലും സാത്താൻ അതറിയുന്നുണ്ട്, ലോകമതറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ യേശുവുമായിട്ട് നിൻ്റെ ജീവിതം അങ്ങോട്ട് ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ ശക്തി പുറപ്പെടുവിക്കേണ്ട യേശുവിൻ്റെ ശരീരം നീയാണ്. ആ വ്യക്തിയാണ് രാവിലെ എഴുന്നേറ്റ് പരദൂഷണം പറഞ്ഞ്, ഏഷണിയും പറഞ്ഞ്, മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ്, കുറവും പറഞ്ഞ് നടക്കുന്നത്. നീ ഒരു ക്രിസ്തുവായി തീരേണ്ട വ്യക്തിയാണ്. പിടികിട്ടിയല്ലോ? അതുകൊണ്ട് അതിന് വിരുദ്ധമായതെല്ലാം കുമ്പസാരത്തിലേറ്റ് പറയണം. ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തോണ്ട്. ലിസ്റ്റൊന്നും നോക്കാൻ പോകണ്ട. ലിസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ നീ ഇങ്ങനെ ധ്യാനിക്കണം പള്ളിയിലിരുന്ന്, ദൈവമേ എൻ്റെ ജീവിതത്തിലെ ഓരോ തെറ്റും കുറ്റവും കുറവും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ കണ്ടത് മൊത്തം എഴുതി കുമ്പസാരിക്കണം കണ്ണുനീരോടെ. കർത്താവേ, നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ നിൻ്റെ കൂടെ നടക്കേണ്ടവനാണ്. മനസ്സിലായല്ലോ? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകരിക്കപ്പെടും. നിങ്ങളുടെ ഭവനം ഒരു തിരുശേഷിപ്പിടമാകണം. നിങ്ങളുടെ ഭവനം ഒരു തിരുശേഷിപ്പിടമായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്തിനാ ഈ ശവം പൊക്കി നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ വിട്ടാൽ പോരുത്? ഈ ശവം പൊക്കി എന്തിനാ ശവക്കോട്ടെ കൊണ്ടിടുന്നത്? സഭ വിശുദ്ധ വസ്തുവായിട്ടാണ് കാണുന്നത്. ചാക്കോച്ചൻ കള്ളടിച്ച് ചത്തു, അതവൻ്റെ കാര്യം. പക്ഷേ ചാക്കോച്ചൻ വിശുദ്ധനായി ജീവിക്കാമെന്ന ഉടമ്പടി പള്ളിയിലിരിക്കുന്നിടത്തോളം കാലം പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് ചാക്കോച്ചൻ്റെ ഡെഡ് ബോഡി പൊക്കിക്കൊണ്ടുവന്ന് പള്ളിയിലെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കുക, ശവക്കോട്ട. നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി ദൈവം വിട്ടവർ. എന്തെല്ലാം പണികളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകും. ഉചിതമായി പ്രവർത്തിച്ചില്ലേ നിൻ്റെ കാര്യവും പോക്കടിക്കും. കുർബാന കഴിഞ്ഞിറങ്ങും, ഒരു പ്രയോജനമില്ല. 8 നോയമ്പ് കഴിഞ്ഞിറങ്ങും, ഒരു പ്രയോജനം. മഞ്ഞനിക്കരയിൽ പോകും, ഉറി പോലെ തിരിച്ചു പോരും. ധ്യാന കേന്ദ്രത്തിൽ വരും, നമ്മുടെ തൊണ്ട കളയും, ഒരു പ്രയോജനമില്ല. കൗൺസിലിങ്ങിന് വന്നിരിക്കും, നമ്മുടെ സമയം കളയും, ഒരു പ്രയോജനമില്ല.